ഈ തേയിലപ്പൊടിയിൽ കലർന്നിരിക്കുന്ന മായമാണ് നിങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കുടിക്കുന്ന ചായയും ഇതുപോലെ മായം കലർന്നതാകാം. 2 കമ്പനിയുടെ തേയിലപ്പൊടിയാണ് കേട്ടോ. ഇത് ഒരു കമ്പനിയുടെ, ഇത് മറ്റൊരു കമ്പനിയുടെ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഒരു തേയിലപ്പൊടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഒറിജിനലാണോ, അത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അതൊരു പരീക്ഷണമാണ്. അത് എങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ, നമുക്ക് രണ്ടിലും ഇതുപോലെ നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളമാണ്, നല്ല നമ്മുടെ ഫ്രിഡ്ജിൽ നിർത്ത തണുത്ത വെള്ളം. ഈ ഒരു 2 ഗ്ലാസ്സിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് 2ലേക്കും ഞാൻ ഓരോ തുള്ളി, അതായത് ഓരോ സ്പൂൺ വീതം ഈ ഒരു തേയിലപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത്രത്തോളം എടുക്കുന്നുണ്ട്, നമ്മൾ ഇതിനകത്ത് കിട്ടും. നിങ്ങളുണ്ട് ഇപ്പം ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ നിന്നും വലിയ രീതിയിലുള്ള കളർ ഇളകിയിട്ടില്ല. എന്തായാലും കളർ ഇളകിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്നും ഒരു തുള്ളി കളർ പോലും ഇളകാൻ പാടില്ല. അതായത് നമ്മുടെ ഈ ഒരു തേയിലപ്പൊടിയിൽ നിന്നും ഒരു തുള്ളി കളർ പോലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പച്ചവെള്ളത്തിലിട്ടാൽ, അതായത് തണുത്ത വെള്ളത്തിലിട്ടാൽ ഇളകി വരാൻ പാടില്ല. അത് മാത്രമല്ല, പന്ന തേയില ഇളകി മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയും ചെയ്യും. അപ്പം അതൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരെണ്ണമാണ്. നമുക്കിനി അടുത്ത മറ്റേതും കൂടി ഇട്ട് നോക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇടുകയാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നല്ല രീതിയിലുള്ള കളർ ഇതായി കണ്ടോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് നല്ല രീതിയിൽ തന്നെ ഈ വെള്ളത്തിൽ ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ ഇത് കലങ്ങി. അതിനർത്ഥം നമ്മൾ ആദ്യം എടുത്ത തേയിലേക്കാളും ഈ ഒരു തേയില കുറച്ചധികം മോശം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, നമ്മൾ തിളപ്പിച്ചാൽ മാത്രം കിട്ടുന്ന ഈ ഒരു കളറാണ് നമ്മൾ വെറും പച്ചവെള്ളത്തിൽ ഒഴിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു സാധനവും നമുക്ക് അത്രമാത്രം ഇല്ലെങ്കിൽ പോലും ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇത് കുറച്ച് മായം കുറഞ്ഞു തന്നെ ഉണ്ട്.